നമസ്കാരം. പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. കൊറോണ വ്യാപനത്തെ തുടർന്ന് ഇന്ത്യ ഉൾപ്പെടെ നിരവധി രാജ്യങ്ങൾക്കാണ് സൗദി വിലക്കേർപ്പെടുത്തിയിരിക്കുന്നത്. ജോലി നഷ്ടപ്പെടുമെന്നുള്ള ഭീതി നിലനിൽക്കുന്ന സാഹചര്യത്തിൽ പ്രവാസികൾ പല വഴികൾ തേടിയാണ് സൗദിയിലേക്ക് എത്തിച്ചേരുന്നത്. എന്നാൽ ഇത്തരത്തിൽ എത്തിച്ചേരുന്നവർ നേരിടേണ്ടി വരുന്നത് മറ്റൊന്നാണ്. ഒരു വാർത്തയാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത്. മാലിദ്വീപിലെ വിചിത്രമായ ക്വാറന്റൈൻ നിയമത്തിൽ കുടുങ്ങിയിരിക്കുകയാണ് മലയാളികൾ ഉൾപ്പെടെ നിരവധി സൗദി പ്രവാസികൾ. ഇന്ത്യ ഉൾപ്പെടെ 20 രാജ്യങ്ങളിൽ നിന്നുള്ള വിമാന സർവീസുകൾക്ക് നിരോധനം നിലനിൽക്കുന്ന സാഹചര്യത്തിൽ മറ്റൊരു രാജ്യത്ത് നിന്ന് സൗദിയിലെത്താനുള്ള പാക്കേജിന്റെ ഭാഗമായി മാലിദ്വീപിൽ എത്തിയവരാണ് ക്വാറന്റൈൻ കാലാവധി കഴിഞ്ഞിട്ടും സൗദിയിലേക്ക് യാത്ര ചെയ്യാനാവാതെ കുടുങ്ങിയിരിക്കുന്നത്. 14 ദിവസത്തെ ഹോട്ടൽ ക്വാറന്റൈൻ വാസത്തിന് ശേഷം PCR ടെസ്റ്റിലെ നെഗറ്റീവ് സർട്ടിഫിക്കറ്റ് കയ്യിൽ കിട്ടിയിട്ടും മാലിയിൽ നിന്ന് യാത്ര പുറപ്പെടാൻ റിസോർട്ട് അധികൃതർ അനുവദിക്കില്ലെന്നാണ് റിപ്പോർട്ട്. ഒരു വ്യക്തി നെഗറ്റീവായാൽ പോരാ, അയാൾ താമസിക്കുന്ന ഹോട്ടലിലെ മുഴുവൻ ആളുകളും നെഗറ്റീവായാൽ മാത്രമേ യാത്ര ചെയ്യാൻ അനുവദിക്കൂ എന്നാണ് ഉടമകളുടെ വാദം. യുക്തിരഹിതവും അസാധാരണവുമായ ഈ വ്യവസ്ഥ മാലിദ്വീപ് സർക്കാരിൻ്റെതാണോ അതോ പ്രവാസികളിൽ നിന്ന് പണം ഈടാക്കാനുള്ള റിസോർട്ട് ഉടമകളുടെ തട്ടിപ്പാണോ എന്ന കാര്യം വ്യക്തമല്ല. ഏതായാലും ഹോട്ടൽ അധികൃതരുടെ ഈ പിടിവാശി കാരണം പലർക്കും സൗദിയിലെ ജോലി തന്നെ നഷ്ടമാവുന്ന സ്ഥിതിയാണ്. അധിക താമസത്തിനുള്ള ചിലവ് താങ്ങാനാവാത്ത സ്ഥിതിയിലാണ് ഇവരിൽ പലരും. സൗദിയിലേക്കുള്ള ട്രാൻസിറ്റ് പോയിന്റ് എന്ന നിലയ്ക്കാണ് മലയാളികൾ ഉൾപ്പെടെയുള്ള പ്രവാസികൾ മാലിദ്വീപിൽ എത്തിയിരുന്നത്. ഇതിനായി ട്രാവൽ ഏജൻസികൾ പ്രത്യേക പാക്കേജും തയ്യാറാക്കിയിരുന്നു. 1.15 ലക്ഷം രൂപയാണ് പാക്കേജിനായി ഈടാക്കുന്നത്. ഭക്ഷണം, യാത്ര, 14 ദിവസത്തെ ക്വാറന്റൈൻ വാസം, PCR ടെസ്റ്റ് തുടങ്ങിയ സേവനങ്ങളാണ് പാക്കേജിൽ ഉൾപ്പെടുന്നത്. എന്നാൽ പെട്ടെന്നുണ്ടായ പുതിയ വ്യവസ്ഥയിൽ പ്രവാസികളും കുടുങ്ങിപ്പോവുകയായിരുന്നു. താൻ താമസിക്കുന്ന ഹോട്ടലിലെ മറ്റു 2 പേർ പോസിറ്റീവ് ആയതിനാൽ 2 ആഴ്ച കൂടി ക്വാറന്റൈനിൽ കഴിഞ്ഞു മാത്രമേ യാത്ര ചെയ്യാൻ അനുവദിക്കൂ എന്നാണ് ഹോട്ടലുകാരുടെ നിലപാടെന്ന് മെയ് 11 സൗദിയിലേക്ക് തിരിക്കേണ്ടിയിരുന്ന മലയാളികളിൽ ഒരാൾ ഒരു ഇംഗ്ലീഷ് ദിനപത്രത്തോട് പറഞ്ഞത്. മെയ് 18 വരെയാണ് തന്റെ സൗദി വിസയുടെ കാലാവധിയെന്നും അതിനു മുൻപായി സൗദിയിലെത്താൻ പറ്റില്ലെന്നും ജോലി തന്നെ നഷ്ടമാവുമെന്നും യുവാവ് പറയുന്നു. സാധാരണ നിലയിൽ 20,000 രൂപയാണ് കേരളത്തിൽ നിന്ന് സൗദിയിലേക്ക് നേരിട്ടുള്ള ശരാശരി വിമാന നിരക്ക്. എന്നാൽ കോവിഡിന്റെ പശ്ചാത്തലത്തിൽ ഇന്ത്യയിൽ നിന്നുള്ള വിമാനങ്ങൾക്ക് വിലക്കുള്ളതിനാൽ മലയാളികൾ ഉൾപ്പെടെയുള്ള ഇന്ത്യൻ പ്രവാസികൾ മാലിദ്വീപ്, നേപ്പാൾ, ബഹ്റൈൻ തുടങ്ങിയ മൂന്നാമതൊരു രാജ്യത്ത് ക്വാറന്റൈൻ കഴിഞ്ഞ ശേഷമാണ് സൗദിയിലേക്ക് തിരിക്കുന്നത്. മറ്റിടങ്ങളിലൊക്കെ യാത്രാ വ്യവസ്ഥകളിൽ ഇടയ്ക്കിടെ മാറ്റങ്ങൾ ഉണ്ടാവുന്നതിനാലാണ് വലിയ തുക നൽകി മാലിദ്വീപിലേക്ക് ടിക്കറ്റ് എടുക്കുന്നത്. എന്നാൽ 1 രൂപ പോലും കയ്യിലില്ലാതെ വലിയ പെടലാണ് താൻ പെട്ടതെന്നും ഇദ്ദേഹം പറയുന്നു. തന്നെ പോലെ നിരവധി പേർ ഇവിടെ പല ഹോട്ടലുകളിലും ദ്വീപുകളിലുമായി കഴിയുന്നുണ്ടെന്നും വിഷയം എത്രയും വേഗം കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ശ്രദ്ധയിൽ എത്തിക്കാനുള്ള ശ്രമത്തിലാണ് മലയാളികൾ ഉൾപ്പെടെയുള്ള പ്രവാസികൾ. അതേസമയം ഹോട്ടൽ ഉടമകളുടെ പുതിയ ക്വാറന്റൈൻ വ്യവസ്ഥ ചോദ്യം ചെയ്തവരെ സൗദിയിലേക്ക് യാത്ര ചെയ്യാൻ അനുവദിച്ചതായും റിപ്പോർട്ടുകളുണ്ട്. ന്യൂസ് ഡെസ്ക് പ്രവാസി മലയാളി.